എമ്പുരാൻ എന്നുള്ള സിനിമ കണ്ടു. എനിക്കൊറ്റ കാര്യമേ പൃഥ്വിരാജിനോടും അതുപോലെ തന്നെ മോഹൻലാലിനോടും അതുപോലെ തന്നെ മോഹൻലാൽ അവിടെ നിൽക്കട്ടെ, ആന്റണി പെരുമ്പാവൂരിനോടും അതുപോലെ തന്നെ മുരളി ഗോപിയോടും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം എന്ന് പറയുന്നത്, ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കെങ്ങനെ അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം എന്നുള്ളതാണ്. അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എനിക്ക് ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ, ഈ സിനിമയുടെ വശങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമ പോയ ആ ഒരു വേരിയേഷൻ ഒന്നും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്വാളിറ്റിയാണ്. അതായത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് അന്താരാഷ്ട്ര ലോകത്തിന് ഒരു മലയാള സിനിമയെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ബേസിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ ഇത് തന്നെയാണ്. ഞാനങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ പോയിട്ട് കാണുന്ന ഒരാളൊന്നുമല്ല. പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, നോമ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ആ സമയത്ത് പോയി കാണാൻ പറ്റില്ല. പക്ഷെ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഞാൻ ഈ സിനിമ പോയി കണ്ടു. കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള, വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന, മതപരമായിട്ട് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യൻസും ഒക്കെ, മതമില്ലാത്തവരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് മസ്റ്റ് വാച്ച്, കണ്ടിട്ട് അഭിപ്രായം പറയണം. അതുകൊണ്ട് മാത്രമാണ് ഇത് റിവ്യൂ. 7 വർഷം മുമ്പാണ് ഞാനൊരു സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുക. ട്രെയിലറിൻ്റെ ഒരു പോർഷനൊക്കെ വെച്ചുകൊണ്ടാണ് സിനിമയെക്കുറിച്ചിട്ട് റിവ്യൂ പറയലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാവമൊക്കെ മാറി. അന്ന് ഞാൻ റിവ്യൂ ചെയ്തത് രാക്ഷസനെ കുറിച്ചാണ്. നമുക്ക് എമ്പുരാനിലേക്ക് വരാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട രംഗങ്ങളാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. അതിൻ്റെ ഏകദേശം ഇന്ന് കട്ട് ചെയ്ത ഭാഗം സംരക്ഷണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഇന്ന് തിയേറ്ററിൽ പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ട ആ ഭാഗം മിസ്സാകും. കാരണം ഈ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അത് ക്വാളിറ്റി ബേസ് ആണെങ്കിലും അല്ലെങ്കിലും തുടക്കത്തിൽ പറയുന്ന ഒരു രാഷ്ട്രീയം, അത് ഒരു പക്ഷേ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ അത്രമേൽ അറിയാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ 2002-ന് ശേഷം ജനിച്ച, അല്ലെങ്കിൽ 2004-ന് ശേഷം ജനിച്ചിട്ടുള്ള, ഇപ്പോൾ 20 വയസ്സോ 19 വയസ്സിലോ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഈ ഗുജറാത്ത് കലാപം എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പക്ഷെ അതേപോലെ ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ എന്താണോ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടിരുന്നത്, അത് അതേപോലെ ഒരു കുറവും വരുത്താതെ ഇവർ ആ സിനിമയിൽ അത് കാണിച്ചു എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവർ പറഞ്ഞില്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും സംഘികൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് ഗുജറാത്ത് കലാപം തന്നെയാണ്. എങ്കിൽ നമുക്കത് അംഗീകരിച്ചു കൊടുത്തേക്കാം അത് ഗുജറാത്ത് കലാപമാണെന്നുള്ളത്. സംഘികൾ പറയുന്നത് ഇപ്പോൾ ഗോദ്രയിൽ നടന്ന ട്രെയിൻ തീവെപ്പ്, അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് വിശദമായി കാണിക്കുക. ഒരു ട്രെയിൻ, അതിൻ്റെ അകത്തേക്ക് ഒരു ഫയർ ഉണ്ടാകുന്നത് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതെന്താ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത കുറവുണ്ട്. അത് തന്നെയാണ് ചരിത്രം. അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് തന്നെയാണ് ചരിത്രം. നോക്കൂ, ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരിയാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം. അതിൽ ഇങ്ങനെ ഒരു നിയമ നടപടി നടന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ചരിത്രത്തിൽ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ല, ഗോദ്ര കലാപം എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണത്. നമ്മുടെ ഗുജറാത്ത് കലാപത്തിന് തുടക്കമുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിൽ സംഭവിച്ച കാര്യത്തിൻ്റെ ഒരു വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം അന്ന് ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് എന്ന് പറയുന്നത് പുറത്തു നിന്ന് വന്ന തീ അല്ലായിരുന്നു എന്നുള്ളതാണ്, അകത്ത് നിന്നുണ്ടായിരുന്ന തീ എന്നുള്ളതാണ്. അന്ന് ആദ്യം ആ സ്ഥലം സന്ദർശിച്ച ജില്ലാ ഭരണാധികാരികൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു ആസൂത്രിത ആക്രമണമല്ല എന്നുള്ളതാണ്. അതിൽ സെൻട്രൽ നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും വേറെയായിരുന്നു, അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും വേറെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കേസിൽ നമുക്കൊന്നും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല, ഒന്നും ക്ലിയർ ആയിട്ട് കാണിക്കാനും പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ അതുപോലെ ആയിരുന്നില്ല അതിന് ശേഷം നടന്ന സംഭവങ്ങൾ. അത് ഇന്ന് നിങ്ങളും അംഗീകരിക്കുന്നു, ഞങ്ങളും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. നിങ്ങളിപ്പോൾ പറയുന്നത് എന്താ? ഓക്കെ, അത് കാണിച്ചോ, പക്ഷെ അതിന് മുമ്പുള്ളതും കാണിക്കണമായിരുന്നു എന്നുള്ളതല്ലേ. ആ മുമ്പുള്ളതിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അവർ കാണിച്ചില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞ എനിക്ക് അതിൽ വ്യക്തതയില്ല. ഭൂരിപക്ഷം നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച മനുഷ്യർ ഒഴികെ
ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന് അവ്യക്തത നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഗോദ്ര ഇൻസിഡന്റ്. ഇനി അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ പറയുന്ന ദാരുണമായ മൃഗീയമായിട്ടുള്ള ഒരു നരഹത്യ എങ്ങനെ നമുക്ക് പിന്തുണക്കാൻ പറ്റും? ഈ സിനിമ നിങ്ങളെ ഭയപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഈ സിനിമയുടെ ബാക്കിയുള്ള വശങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് അന്താരാഷ്ട്ര നിലവാരമുള്ള നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു നിലവാരം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഇന്ത്യൻ സിനിമ, ഒരു മലയാളിയുടെ സിനിമ എന്നതിനപ്പുറത്ത് ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ലോകത്തിന് മുന്നിൽ ഇതൊരു ഇന്ത്യൻ സിനിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പാഷ ഹെലികോപ്റ്ററുകളൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുക, അത് VFX ഒന്നും ഉപയോഗിക്കാതെ ഷൂട്ട് ചെയ്യുക, ഗ്രാഫിക്സിൻ്റെ സഹായമില്ലാതെ കൃത്യമായിട്ട് അത് ഒറിജിനലായിട്ട് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തകൾക്കും അപ്പുറമാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമ ലൂസിഫറിൻ്റെ ആ വൈബിലൊക്കെ പോയി കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊരു വേൾഡ് ക്ലാസ് സിനിമയാണ്. അതായത് നമുക്ക് അത്രയും അഭിമാനത്തോടെ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോയി എമ്പുരാൻ കാണുക, അതാണ് ഞങ്ങളുടെ മലയാളികളുടെ ഒരു സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രൂക്ഷമായിട്ട് ഈ സിനിമ വിമർശിക്കുന്നുണ്ട്. ആ സിനിമ കണ്ട ആളുകൾക്കറിയാം, ഞാൻ ആ സംഭവം പറഞ്ഞില്ല, അത് സ്പോയിലറായി പോകും. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് കേരള സ്റ്റോറി വരുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല, ചാവ വരുമ്പോൾ ഇവർക്കൊരു പ്രശ്നവുമില്ല, കശ്മീർ ഫയൽസ് വരുമ്പോൾ ഇവർക്കൊരു പ്രശ്നവുമില്ല. കേരള സ്റ്റോറിയിൽ പറയുന്ന 32,000 സ്ത്രീകളുടെ കഥ പച്ചക്കള്ളമാണെന്ന് ഇവർക്ക് തന്നെ അറിയാമായിരുന്നിട്ടും അവരത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററുകൾ തപ്പി നടന്നു. അവരാ പറയുന്നത് പച്ചക്കള്ളമാണ് ആ സിനിമയെ കാണിച്ചിട്ടുള്ളതെന്ന്. എന്താ പച്ചക്കള്ളം? ഏത് വാഗ്വേദത്തിനും ഞാൻ തയ്യാറാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. കാരണം ഈ സിനിമ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ബാക്കിയൊക്കെ വശം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആ ഒരു വൈബ് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് അത്രമേലൊന്നും ഇഷ്ടപ്പെട്ടില്ല, ലാഗൊക്കെ ഉണ്ട്, അത്യാവശ്യം എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ ഈ സിനിമ പറഞ്ഞ ഫാക്റ്റ് ഉണ്ട്, അത് പറഞ്ഞിരിക്കുന്നത് വളരെ ക്വാളിറ്റി പൈസ ചെയ്തിട്ടാണ്. ഇത് ഇന്ത്യൻ സിനിമ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മലയാള സിനിമ അവിടെ നിൽക്കട്ടെ, ഇതൊരു ഇന്ത്യൻ സിനിമ തന്നെയാണോ എന്ന് ചിന്തിച്ച് പോകുന്ന മേക്കിംഗ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മസ്റ്റ് വാച്ച്, ഒരു പ്രാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രമാണ്. പക്ഷെ അതിൻ്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് പോകുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. എസ്പെഷ്യലി ബാബു ബജ്റംഗി എന്ന് പറയുന്ന ആളുടെ ബജ്റംഗി എന്നുള്ളൊരു പേര് ഈ സിനിമയിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു ഫാക്റ്റ് അല്ലേ? ബാബു ബജ്റംഗി യഥാർത്ഥത്തിൽ വലിയ വംശീയ ഉന്മൂലനം നടത്തിയ ഒരു കൊലയാളിയല്ലേ, ഒരു ക്രിമിനൽ അല്ലേ? അയാളുടെ പേരൊക്കെ ഒരു സത്യമല്ലേ? ആ സത്യസന്ധമായിട്ടുള്ള പേരുകളൊക്കെ എന്തിനും മാറ്റണം എന്നുള്ളത് എനിക്കറിയുന്നില്ല. ഭയപ്പെടാതെ ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ച മുരളി ഗോപി വലിയ പ്രശംസ അറിയിക്കുന്നുണ്ട്. അത് അതേപടി സംവിധാനം ചെയ്യാൻ മുന്നോട്ട് വന്ന പൃഥ്വിരാജിനും വലിയ കയ്യടികൾ മനസ്സറിഞ്ഞ് നൽകുകയാണ്.